ധ്യാനോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല. അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം സ്നേഹത്തോടെ ആദരവോടെ ധ്യാൻ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഇരിക്കൂ. തുടങ്ങണ്ടേ അംഗം? അതോടൊപ്പം നമുക്കെപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ചെയ്യുന്നത് നമ്മുടെ ഫൈസൽക്കാനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ദിവസം കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് മുന്നേറാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പ്രോഗ്രാം പറയുമ്പോൾ എന്നോട് ആദ്യം ഒരാളുടെ പേരാണ് പറഞ്ഞത്. അജ്മൽ ഖാൻ ഉണ്ട്, എനിക്ക് അവനെ ഒന്ന് കാണണം, കുറച്ച് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അജ്മൽ ഇപ്പം എത്തും. അപ്പം അജ്മൽ ഇപ്പം എത്തും. അജ്മലിൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞതു. ഒന്നും നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല. നേരെ നമ്മുടെ പ്രോഗ്രാമിലേക്ക്. കണ്ണ് നിറഞ്ഞു പോയി എന്നൊക്കെ. അച്ഛനും അമ്മയൊക്കെ കണ്ടിരുന്നെങ്കിൽ അവര് ചിലപ്പോ കരഞ്ഞേനെ. ഭയങ്കരമായി പോലും. ഓക്കെയാണോ? ഓ നിഷ്ഠായി. ട്രോള് തുടങ്ങി. ഞാൻ ഒന്നും പറയുന്നില്ല. എങ്ങനെയുണ്ട്? ഞാൻ ഒരു ജീവിത ചരിത്രത്തിലൂടെ ഞങ്ങള് ഒന്ന് പോയി എന്ന് തോന്നുന്നു അല്ലേ? ഈ വിരുദ്ധ എവിടെയാ പഠിച്ചതെന്ന് പറയുകയാണെങ്കിൽ ബിരുദധാരി അല്ല, അത് തെറ്റാ. അതല്ലേ അത് തെറ്റാ. അച്ഛനെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ച് പഠിക്കാൻ കൊണ്ടുപോയെന്നൊരു കഥയുണ്ടല്ലോ. അതെ അതെ, ബിരുദധാരി ആണെന്ന് പറഞ്ഞത് വളരെ തെറ്റല്ലേ? അവിടെ കൊണ്ടുപോയ ഒരു ഓർമ്മയായിരുന്നു. അച്ഛനോട് പറഞ്ഞു അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതാണ് ഞാൻ അങ്ങനെ പഠനം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് നമുക്ക് ഇപ്പം ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇതിന്റെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് എന്നാണ് ഇക്ക എന്നോട് പറഞ്ഞത്. അതെ. വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ആൾക്കാർ, ഞാൻ ദുബായിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഇതൊക്കെ നമ്മളെന്താ വലിയ വലിയ ഈ ഐഫ സൈമയോ വലിയ വലിയ ഫംഗ്ഷനൊക്കെ അങ്ങനെ ഒരു മറ്റേ ഡിന്നർ ടേബിൾ ഫ്രണ്ടിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ എന്നെ ആരും വിളിച്ചിട്ടില്ല. റിച്ച്. അപ്പൊ ആ സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അതെ അതെ അതെ. സാധാരണ നമ്മുടെ പ്രോഗ്രാമുകൾ വളരെ ദാരിദ്ര്യം നിറഞ്ഞതാണല്ലോ സാധാരണ നമ്മൾ. അപ്പൊ അതൊന്ന് ചേഞ്ച് ആക്കാം. പാടത്തും പറമ്പത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ട് എത്രയോ ഇന്റർവ്യൂ അല്ലേ. അതിൽ നിന്ന് മാറി ദുബായിലെത്തിയപ്പോൾ നമ്മുടെ ഒരു നമ്മളെ രണ്ടുപേരുടെ ഒരു സ്റ്റാൻഡേർഡ്, ഇവർ ഓൾറെഡി ദുബായിക്കാരാണല്ലോ. അല്ല, നമ്മൾ ദുബായിൽ വന്നല്ലോ. അതെ അതെ, നമുക്കൊരു സ്റ്റാൻഡേർഡ് മാറിയ പോലെ. ഇത് അറിഞ്ഞിരുന്ന ഞാൻ കുറച്ചൊരു നല്ല ഷർട്ടും ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നേനെ. ഇത്രയും പ്രതീക്ഷയില്ല സത്യം. അതല്ലേ? അല്ല, ധ്യാൻ ഇപ്പൊ എങ്ങനെ വന്നാലും ഓക്കെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് പ്രോഗ്രാമിലേക്ക് എന്തായാലും തുടങ്ങാം. കഴിഞ്ഞ ദിവസമായിരുന്നു ധ്യാന്റെ ഏറ്റവും വലിയൊരു വീഡിയോ വൈറലായത് അല്ലേ? അല്ല, ഇതിന്റെ പ്രോഗ്രാം ധ്യാൻ ഇൻ അറേബ്യ ഇവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അറേബ്യയിൽ എത്തിയ ധ്യാനാന്ന് അറിയാലോ. അല്ല അതല്ല ഞാൻ ചോദിച്ച ഇൻഫ്ലുവൻസേഴ്സ് ആണോ? അതെ, മിക്കവരും. തീർച്ചയായിട്ടും മിക്കവരും എല്ലാവരും അതാ. അതിൽ ഏറ്റവും വലിയ ആളാണല്ലോ ഇവിടെ ഇരിക്കുന്ന ഫൈസൽക്ക. എന്തോ പറഞ്ഞു നിങ്ങളെ പറ്റി. അല്ല, ഫൈസൽക്ക വേറെ എന്തോ ചിന്തയിൽ ഇടയ്ക്ക് പോയെന്ന് പറഞ്ഞു. അജ്മൽ ഖാൻ എത്തിയല്ലോ. മുട്ടാനുള്ള ആളും വന്നിട്ടുണ്ട്. അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് എന്നോട് അജ്മലുമായിട്ട് മുട്ടാന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ അജ്മൽ എന്നോട് പറഞ്ഞു എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ ഒന്നും ചോദിക്കില്ല എന്ന്. ഒരു ചെയർ എടുക്കും അജ്മൽ. ഇവിടെ ഇരിക്കുന്ന അല്ലല്ല, കസരട്ട് നിലത്തിരിക്കാനല്ല. ഷാറല്ലേ? അപ്പം കളമൊക്കെ ആയി. അല്ല, ഞാൻ ദുബായിലെ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ നമ്മളൊരു സംവാദം എന്നൊക്കെയാണ് എന്നോട് ഇക്ക പറഞ്ഞത്. തീർച്ചയായിട്ടും തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിന് ചോദ്യങ്ങളുമായിട്ട് ഇവിടെ ആളുകൾ കുറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോർത്താം. നിങ്ങൾ എന്താ ആലോചിച്ചിരിക്കുകയാണ്? ഫൈസൽക്ക് ഇപ്പോഴും എന്താ ചോദിക്കാന്നുള്ളതാണ്. ഫൈസൽക്ക് എന്താ ചോദിക്കേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. ഫൈസൽക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിച്ചാലോ? തീർച്ചയായിട്ടും ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. കാരണം നമ്മൾ ഇപ്പം പിന്നെ ധ്യാൻ്റെ ഇൻ്റർവ്യൂവിൽ എപ്പോഴും പുള്ളീൻ്റെ ചെറുപ്പകാലത്തൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ആളാണ്. എന്തൊക്കെ ചെറുപ്പത്തിൽ കുരുത്തക്കേട് കളിച്ചാൽ എല്ലാം തുറന്ന് പറയുന്ന ആളാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് ചോദ്യം, എത്രാമത്തെ വയസ്സിലാണ് പ്രണയിക്കാൻ തുടങ്ങിയത്? 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ?
ഇല്ലല്ല ഞാൻ ഒരു 1-ാം ക്ലാസ്സിലൊക്കെ ഉള്ള സമയത്ത് ആദ്യത്തെ പ്രണയം. അല്ല അതൊരു പ്രണയമാണോ നമുക്കറിയില്ലല്ലോ അന്നൊരു അത് അവര് അതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ട്വിൻസ് ആയിരുന്നു. അപ്പോൾ ട്വിൻസ് ആകുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരുത്തി ലീവാണെങ്കിലും മറ്റേ ആൾ ഉണ്ടാവും. പിന്നെ ഒരാൾ ഓക്കെ അല്ലെങ്കിലും മറ്റേ ആൾ ചിലപ്പോൾ ഓക്കെ ആവാൻ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരാൾ രണ്ടാളും കാണാൻ ഒരേപോലെയാണല്ലോ. ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി എന്നുള്ളൊരു ഞാൻ 4-ാം ക്ലാസ്സിൽ പ്രേമിച്ചു. അപ്പോഴേക്ക് അച്ഛൻ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പഠനം മാറ്റിയപ്പോൾ ആ പ്രണയം അവിടെ പോയി മുറിഞ്ഞുപോയി. അതായിരുന്നു ആദ്യത്തെ പ്രണയം. ഒക്കെ ചോദിച്ചുകൊണ്ട് ഓർമ്മ ഒന്ന് പുതുക്കിയത്. ഓക്കെയാണോ? തൃപ്തിയായോ? തൃപ്തിയായി. ആ കുട്ടീൻ്റെ പേര് ഓർമ്മയുണ്ടോ? നികിതയും നിഹാരികയും. ഒരാളെ പേര് അതാണ് നികിത എന്നിട്ട്. അത് ഉറപ്പാണ് ഒരു അല്ലേ? അപ്പം പേരും കിട്ടി. ഇനി ഫൈസൽക്കാക്ക് ഇനി ഇപ്പോൾ ആ കുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്ന ഈ ചോദ്യത്തിന്റെ മറുപടി ഇത് ഉണ്ടാക്കി പറഞ്ഞതേ ഞാൻ പറയുള്ളൂ. അല്ല സത്യമായിട്ടും പേര് പറഞ്ഞ രണ്ടും തെറ്റാ. ഞാൻ വെറുതെ പറഞ്ഞു. അല്ല അവിടെ ഫൈസൽക്ക ഒരെണ്ണം പിടിച്ച് അല്ലേ? അതെ ഫൈസൽക്ക ഇങ്ങനെ എല്ലാവരോടും പ്രണയം ചോദിക്കുന്ന ഒരാളാണ്. ഇവിടെ ഇന്നാള് ആദ്യം പ്രണയം ചോദിക്കുന്നത് ഫൈസൽക്ക എത്ര വരെ പ്രണയിച്ചിട്ടുള്ളതാണ് ഇപ്പൊ പറയണ്ടേ. ഇനി ഇവിടെ ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങളൊക്കെ ഒരു മറുപടി കിട്ടുമോ? ഞാന് 1-ാം ക്ലാസ് എന്നല്ല ജനിച്ച അന്ന് മുതലേ പ്രണയിച്ചോണ്ടിരുന്നു. അതെ അല്ലേ? അപ്പം എന്താ അതിനൊരു ഉത്തരത്തിന് അല്ല എനിക്ക് സന്തോഷം തൃപ്തനായി. അതെ അല്ലേ? അതെ. അലിനോട് ചോദിക്കട്ടെ, അലിക്ക് ഇപ്പം പ്രണയമുണ്ടോ? പിന്നെ ഇല്ലേ? ഉണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട് പ്രണയം. ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കൽ എന്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെ. അത് മോളുള്ളോണ്ടാ? ഇത് സത്യമാണ് പറയുന്നത് അല്ലേ? ഈ വീട്ടിലിരിക്കുന്ന വൈഫിനെ ഒഴിച്ച് വേറെ പ്രണയം ഉണ്ടെന്നാ ചോദിച്ചത്. പ്രണയം എല്ലാവർക്കും ഉണ്ടല്ലോ. അതാ ചോദിച്ചത്. പ്രണയം എന്ന് വെച്ചാൽ ഏത് രീതിക്കും ആകല്ലോ അല്ലെ? സ്നേഹം, നല്ല സുഹൃത്ത്, ഇതാണല്ലോ. ഞാനും അങ്ങനെ തന്നെ അല്ലേ? അതെ. അപ്പം എന്തായാലും ഞാൻ ഈ പറയുന്ന പോലെ ധ്യാൻ എന്നറിയുന്ന ആള് സിനിമ ധ്യാൻ പറഞ്ഞൊരു ഷാഫിയുടെ ഒരു പ്രോഗ്രാമിൽ ഈ പറഞ്ഞ ഒരു പോയിന്റാണ്. അതുമായിട്ട് അജു വർഗീസ് പറഞ്ഞത് ഇങ്ങനെ പറയാൻ തൻ്റെ ഇടമുള്ള ഒരാളേ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നറിയാം? എൻ്റെ സിനിമ കണ്ടില്ലെങ്കിലും നിങ്ങളെല്ലാം എൻ്റെ ഇന്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞത് അല്ലേ? ഷാഫി പറമ്പിലെ ആ കോളേജ് ഫംഗ്ഷൻ പോയപ്പോൾ. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണ്? അല്ല അയ്യോ ഞാനത് തമാശക്ക് അല്ല എങ്കിലും തമാശ അത് സീരിയസ് ആയിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇല്ല. അല്ല ഞാനത് അതൊന്ന് വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ യൂണിയൻ ഡേ ഫംഗ്ഷൻ, യൂണിയൻ ഇനോഗ്രേഷനാണ് ഞാൻ പോയത്. അപ്പോൾ ഷാഫി പറമ്പിൽ MLA സുഹൃത്തും കുറേ കാലമായിട്ട് എന്നെ വിളിക്കുന്ന ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളി. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ സമയത്ത് അവിടെ വന്നപ്പം ഒരു സാഹചര്യം ഒത്തപ്പം ഞങ്ങൾ പോയി. അപ്പം സ്വാഭാവികമായിട്ടും കോളേജ് ഫംഗ്ഷനാണല്ലോ. അപ്പം നമുക്ക് പിള്ളേരുമായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ലൈറ്റ് ഹാർട്ടഡായിട്ട് സംസാരിക്കാം. പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര, ഞാൻ കുറേ കാലത്തിന് ശേഷം കോളേജ് പരിപാടിക്കൊക്കെ പോകുന്നത്, ഭയങ്കര സന്തോഷവും സ്നേഹമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇവരൊന്നും എൻ്റെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സിനിമ എന്തായാലും കണ്ടിട്ട് കാണില്ല. ഈ സ്നേഹമൊക്കെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിലൂടെ നമുക്ക് കിട്ടിയൊരു ഒരു വെൽക്കമിങ് അല്ലെങ്കിൽ അതെൻ്റെ ആണെന്നുള്ളത്. അപ്പം ഞാൻ അത് വളരെ ലൈറ്റായിട്ട് പറഞ്ഞ കാര്യം. അത് ഞാൻ സീരിയസ് ആയിട്ട് എന്താ വെച്ചാൽ സിനിമ കാണരുതെന്നല്ല. ഏപ്രിൽ 11 ഏട്ടൻ്റെ പടം വർഷങ്ങൾക്ക് ശേഷം റിലീസാണ്. അത് എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പുറത്ത് എല്ലാവരും പോയി കാണുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ സിനിമ ഉണ്ടെങ്കിലേ ഇൻ്റർവ്യൂ ഉള്ളൂ. കാരണം സിനിമയുടെ ഇൻ്റർവ്യൂവിനാണ്, പ്രൊമോഷനാണല്ലോ നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും.